എത്ര പേരുടെ മുടി വെട്ടിയ കയ്യാ ഇത്. ഇപ്പൊ മുടിയുള്ളവർക്കൊക്കെ ഈ കൈ കാണുമ്പോ പേടിയാ. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ കണ്ണും കണ്ടൂടാ, മോനാണെങ്കിൽ വെട്ടു പറഞ്ഞൂടാ. എന്റെ ദൈവമേ, ഇന്നെങ്കിലും ആരൊന്ന് കിട്ടണേ. എടാ, ഇത് വെടിവെച്ച പോലെ ഇങ്ങനെ പറയണോ? ഞാനിവിടെ മരം വെട്ടിയിട്ട പോലെയല്ലേ കിടക്കണത്. മുടിയാട്ടം കളിക്കുവാണോ? മുടിയാട്ടം നടത്തിയതല്ല, ഞാൻ വീണ പൊസിഷൻ നോക്കിയതാ. റൂമിന്റെ ഉള്ളിൽ തന്നെ. പിന്നെ ആ ചേറയിലിരുന്നോ? ചേറാണല്ലോ ചേട്ടാ. ഇവിടെ വന്നവരോടൊക്കെ ഞാനൊരു കാര്യം പറയാറുണ്ട്. ഒന്നില്ലെങ്കിൽ മുണ്ടിയും പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വല്ല പാട്ടും പാടണം. പാട്ട് പാടാൻ നമ്മളൊരു തമാശ പറയാം. തമാശ പറയണതൊക്കെ കൊള്ളാം, പക്ഷെ 72-ലെ SP പിള്ള കോമഡി ആയിട്ട് ഈ പരിസരത്തേക്ക് കയറി വരരുത്. അതൊക്കെ സൂപ്പർ ഹിറ്റാ, ഇവിടെ പിടിക്കും. മനസ്സിലായില്ലേ പറയണത്? നിങ്ങൾ എന്നെ മഞ്ഞൾ തേപ്പിച്ച് കുളിപ്പിക്കാൻ പോവുകയാണോ? അയ്യോ, അതെന്നാ പറ്റി? അല്ല, ഈ കട്ടത്തിൽ ഉണ്ണിയാർച്ചാനെ കെട്ടുപോലെ കെട്ടിയിട്ടുണ്ട് ചോദിച്ചാ. അവിടെയാണ് കിട്ടിയത്. എന്നാ ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. ഇതല്ലേ ഞാൻ നിന്നോടൊന്ന് മുണ്ടിയും പറഞ്ഞു ഇരിക്കാനൊക്കെ പറഞ്ഞത്. എടാ, ആദ്യം നിന്റെ സൗണ്ട് പിടിക്കണം, എന്നിട്ട് അത് കണക്ട് ചെയ്തിട്ട് വേണം നിന്റെ തല തപ്പി കിടക്കാനായിട്ട്. അതൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കി. പിന്നെ ഇവിടെ പുതിയതാണെന്നാണ്, ഇവിടെ കണ്ടുപരിചയമില്ല. ഞാൻ ചെറുപ്പത്തിൽ ഇവിടുന്ന് പോയല്ലേ ചേട്ടാ. ഇപ്പൊ 10-30 വർഷമായിട്ട് പട്ടിപറ്റത്താ താമസം. അത്ര പറഞ്ഞ ചേട്ടാ അറിയും. അയ്യോ, അച്ഛനെ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലടാ. വടക്കേടോന്ന് കേട്ടോ? വടക്കേടം. പിന്നെ വടക്കേടം അവിടുത്തെ രാഘവന്റെ മകൻ. അവിടുത്തെ രാഘവന്റെ മോനാണെന്ന് നീ പറയണതല്ലേ? ഇതൊക്കെ എവിടുത്തെ രാഘവനൊക്കെയാണെന്ന് ആർക്കറിയാം? അച്ഛനെ ചേട്ടാ. അപ്പൊ ഇവിടുത്തെ കൂടാണ്ട് കൊച്ചിയിൽ നിനക്ക് അച്ഛനുണ്ടാ? അയ്യോ, അതല്ല, എന്റെ കുഞ്ഞിന്നാളിലെ. കുഞ്ഞിന്നാലല്ല, എന്റെ കുഞ്ഞിലെ ഇവിടെ അച്ഛൻ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നീ ഇവിടെ വരാനുള്ള കാരണം അല്ലേ? അപ്പൊ മോന്റെ പണിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചേട്ടാ, ജോലി എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് ക്യാറ്റ് ഡെലിവറി ഓഫ് പഞ്ചായത്ത്. പട്ടിപിടുത്തം. ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാര് ചെയ്യണ പരിപാടിയാണ്. അതൊക്കെ ചേട്ടാ, മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ ചങ്കാണ്. അതൊക്കെ എല്ലാവരുടെയും ചങ്കല്ലേ? മണിച്ചേട്ടന്റെ ഈ ആകാശപ്പുറം സിനിമ കണ്ടിട്ടല്ലേ ഞാൻ ഈ പട്ടിപിടുത്തത്തിലേക്ക് ഇറങ്ങിയത്. അതെ, മണിച്ചേട്ടൻ പാട്ട് കേട്ടാ തുള്ളാത്ത മനുഷ്യരുണ്ടോ? മണിച്ചേട്ടന്റെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവല്ലേ അത്. ചെല്ലപ്പനല്ലേ പോണത്. എടാ, നിന്റെ പരക്കമ്പാറ്റിലൊക്കെ കഴിഞ്ഞ് നിന്നൊന്ന് ഒതുക്കത്തിൽ കിട്ടിയാക്കാണ്. ദൈവത്തെ ഓർത്ത് നീ എഴുന്നേറ്റ് പോകരുത്. മണിച്ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ചങ്കാണ് ചേട്ടാ. ഇതെന്റെ ചങ്ക, അത് ഇടിച്ച് കലക്കല്ലേ. ഇതിപ്പോ എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? ഫ്രണ്ട് എടുക്കണ്ട, സൈഡ് തൊടണ്ട, ബാക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നാന്ന്? ഫ്രണ്ട് തൊടണ്ട, സൈഡ് എടുക്കണ്ട, ബാക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ. എഴുന്നേറ്റോ? 150 രൂപ. അതിന് മുടി വെട്ടിയില്ല. നീയല്ലേ പറഞ്ഞത് അവിടുത്തെ ഇരിക്കണ്ട, ഇവിടുത്തെ തുറന്ന മറ്റേതൊക്കെ അവിടെ ഇരുന്നോട്ടെന്ന്. പിന്നെ നീ എന്താ മുടി വെട്ടാൻ വന്നത്? ഞാനൊന്ന് ഷേപ്പ് ചെയ്യണ കാര്യം ഉദ്ദേശിച്ചത്. ഒരു ഷേപ്പും ഇല്ലാത്തവനാ ഇവിടെ വന്നിട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു ഷേപ്പ് ഉണ്ടാക്കാൻ പാടുപെട്ടിരിക്കേ. ഒരു വര വേണം. അത് വേണം, ഇല്ലെങ്കിൽ ഇതേപോലെ പട്ടിനെയും പൂച്ചനെയും പിടിച്ച് കിടക്കേണ്ട ഗതികൾ വരും. അതല്ല, ഈ ന്യൂ ജനറേഷൻ കൊടുക്കുന്ന സൈഡിൽ കൂടി ഒരു വര വേണമെന്നാ പറഞ്ഞത്. വര വേണമെന്ന്? ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്റെ ശൈലിയിൽ കൂടെ ഒരു വെട്ടം കൂടി വെട്ടാം. അതിനകത്ത് ചിലപ്പോ വരയും മുറിയൊക്കെ ഉണ്ടാവും. പിന്നെ വര കൂടിപ്പോയെന്ന് പറയാതിരുന്നാ തുടങ്ങാം നമുക്ക്. ദൈവത്തിന് വിചാരിച്ച് വെള്ളം കൂടെ കുടിച്ചോ? വെള്ളം കുടിക്കണം. അല്ല, ആയുധം വെച്ചിട്ടുള്ള കളിയല്ലേ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിനെ കണ്ടപ്പോ കണ്ണട വെച്ചാ കണ്ണു കാണാന്നല്ലേ പറഞ്ഞാക്കണം. പിന്നെ അങ്ങനെ നോക്ക്, കണ്ണട വെച്ചു കാണാൻ പറ്റുമോ? വടക്കേപ്പാടത്തെ രാഘവന്റെ മോൻ. വടക്കേപ്പാടത്തെ രാഘവന്റെ മോൻ. ഞാൻ ബ്യൂട്ടി പാർലർ പോയി വെട്ടിക്കോളാം. അയ്യോ, അങ്ങനെ പോകല്ലേ. എടാ, അങ്ങനെ പറയില്ലേ നീ. ഞാൻ നിനക്ക് വെട്ടിത്തരാ. വേണ്ടതേ അവിടെയാണോ? ഞാൻ നിന്റെ മറ്റേ സംഭവം കൂട്ടിട്ട് വെട്ടിത്തരാം. കണ്ണുപോട്ടാ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി വെട്ടി. കണ്ണുപോട്ട നിന്റെ അച്ഛൻ അല്ലേ? പിന്നെ ഇത് എന്റെ അടുത്ത കളി. അവന് വര വേണം, കുറി വേണം, എല്ലാം വേണമെന്നും പറഞ്ഞിട്ട് ഇതിന്റെ അടുക്ക് മോൻ കയറി ഇവിടെ ഇരിക്കാണ്. അതുകൊണ്ടല്ല, അവൻ പോണെങ്കിൽ പോട്ടെ. നീ വല്ല ഊട്ടി പറഞ്ഞു പോടാ. പറയണ്ടേ മോനെ? പിന്നെ 10-12 വയസ്സിൽ തുടങ്ങിയ മുടിവെട്ടാണിത്. എന്റെ പൊന്നിടാവേ, നീ മുടി വെട്ടാൻ വന്നാണ് അല്ലെങ്കിൽ വെക്കാൻ വന്നാണ്? എന്തെങ്കിലും ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാവോ?